അനധികൃത നിർമ്മിതിക്കെതിരെ സന്ധിയില്ലാത്ത നിയമ നടപടികളാണ് ഓരോ ദിവസവും വിവിധ സർക്കാരുകൾ കൈക്കൊള്ളുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യോഗി സർക്കാരിന്റെ പ്രവർത്തനം. അനധികൃത കയ്യേറ്റത്തിനെതിരെ യോഗി മോഡൽ നടപടിയാണിപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അനധികൃതമായി തന്നെ ആരാധനാലയവും ഖബറിടവും നിർമ്മിച്ചു. ഒടുവിലിപ്പോൾ ബുൾഡോസർ കയറിയിറങ്ങി ഖബറിടം ഉൾപ്പെടെ തന്നെ തവിടുപൊടിയാക്കിയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ റൂർക്കി ഗ്രാമത്തിലാണ് ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച അനധികൃത ഖബറിടവും ആരാധനാലയവും ഉൾപ്പെടെ തന്നെ പൊളിച്ച് നീക്കം ചെയ്തത്. പ്രദേശം അവിടെ ജനവാസമുള്ളതായി തന്നെ മാറിയതോടുകൂടി തദ്ദേശവാസികൾ അനധികൃത ആരാധനാലയത്തെക്കുറിച്ച് ഭരണകൂടത്തിന് നിരവധി തവണ പരാതികൾ സമർപ്പിച്ചിരുന്നു. ഒടുവിലാണിപ്പോൾ പൊളിച്ചുമാറ്റൽ നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ അനധികൃത നിർമ്മാണത്തെക്കുറിച്ച് ഭരണകൂടമാകട്ടെ നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ ആ പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിന് സമീപം കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഒരു അനധികൃത ആരാധനാലയം നിർമ്മിച്ചിരിക്കുന്നു എന്നതാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 2 ആഴ്ച മുൻപ് ജില്ലാ ഭരണകൂടം പ്രസ്തുത അനധികൃത ആരാധനാലയത്തിൽ നിന്ന് ഒരു നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 1 മാസം കഴിഞ്ഞിട്ട് പോലും യാതൊരുവിധ പ്രതികരണവും ലഭിക്കാത്തതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇന്ന് പ്രദേശവാസികൾ, അതായത് കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ ഭരണകൂടത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ ആ പ്രസ്തുത അനധികൃത നിർമ്മാണം പൊളിച്ച് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. പ്രസ്തുത അനധികൃത നിർമ്മാണം നീക്കം ചെയ്തതായും ഇത് സംബന്ധിച്ചുകൊണ്ട് നാട്ടുകാർ നിരവധി നിവേദനങ്ങൾ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട് എന്നും ഈ അനധികൃത നിർമ്മാണം റോഡിൽ അവിടെ വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ദാമി സർക്കാർ ഇതുവരെ 574 അനധികൃത ശവകുടീരങ്ങളാണ് പൊളിച്ച് നീക്കം ചെയ്തതായി തന്നെ ഇപ്പോൾ വളരെ ശ്രദ്ധേയമായ കാര്യമായി എടുത്തു പറയുന്നത്. അതേസമയം 2 മാസത്തിന് മുൻപേ തന്നെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരായ നടപടികളുടെ ഭാഗമായി തന്നെ അവിടെ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു പോരുകയാണ്. മാത്രമല്ല ഊർജ വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സംയുക്ത സംഘം വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പല രീതിയിലുള്ള നടപടികളാണ് സ്വീകരിച്ചത്. മാത്രമല്ല 35 വീടുകൾക്ക് നേരെയും ബുൾഡോസർ, അതായത് അനധികൃതമായി സർക്കാർ സ്ഥലം കയ്യേറി അവിടെ വീടുകൾ നിർമ്മിച്ചവർക്കെതിരെ ഏകദേശം 35 വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പൊളിച്ച് നീക്കം ചെയ്തു. രാവിലെ 11 മണിയോടെയായിരുന്നു ചിലയിടത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും. ഇത് ഗ്രാമവാസികളുടെ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു. പൊളിച്ചു നീക്കുന്നതിനിടെ തന്നെ പോലീസും താമസക്കാരും തമ്മിൽ അവിടെ ഉന്തും തള്ളും ഉണ്ടായതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 3 ദിവസം മുൻപ് മാത്രമാണ് തങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചതെന്നും ഇപ്പോൾ വീടില്ലാതെ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ തങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നതാണ് ഗ്രാമവാസികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വെറും 10 മുതൽ 15 ദിവസം മുൻപേ തന്നെ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ അനധികൃത കയ്യേറ്റങ്ങൾ ഭരണകൂടം അടയാളപ്പെടുത്തുകയും അവിടെ ബുൾഡോസർ നടപടി സ്വീകരിക്കുകയുമാണ് ചെയ്തത്. കഴിഞ്ഞ 2 ദിവസമായി തന്നെ പൊളിക്കൽ പ്രവർത്തനങ്ങൾ തുടരുകയാണ് എന്നതായിരുന്നു അവിടെ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ വിവിധ പള്ളികളും, അതായത് പള്ളികൾ ഉൾപ്പെടെ തന്നെ 65 വീടുകളാണ് പൊളിച്ച് നീക്കം ചെയ്തത്. ഭൂമി സർക്കാർ സ്വത്താണ് എന്നും നിയമവിരുദ്ധമായി തന്നെ കൈമാറിയതാണ് എന്നും കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ബുൾഡോസർ നടപടി സ്വീകരിച്ചത്. നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നും താമസക്കാർ ഉടൻ തന്നെ ഒഴിഞ്ഞു പോകണമെന്നും ഇതിൽ മതിയായ സമയം നൽകിയിട്ടുണ്ട് എന്നതായിരുന്നു വ്യക്തമാക്കിയത്. എന്നാൽ ഇവർ ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ വന്നതോടുകൂടി തന്നെ വീണ്ടും ബുൾഡോസർ നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.